ഓക്കെ. നമ്മൾ അസസ്മെന്റ് ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ AOP എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത്? AOPയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് തോന്നുന്നു. സന്ധ്യ, സ്ക്രീൻ കാണാനുണ്ടല്ലോ അല്ലെ? സോ ഫാർ വി ഹാവ് സീൻ എന്ന് പറയുന്ന ഇത് കാണാനുണ്ടല്ലോ അല്ലെ? ആ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ 3 കാര്യങ്ങളാണ്. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് AOPയുടെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത്. ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടെത്താം. ടോട്ടൽ ഇൻകം കണ്ടെത്തിയതിനു ശേഷം നമ്മൾ ആ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് മെമ്പേഴ്സിനായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത്. അലോക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് AOP എമംഗ് മെമ്പേഴ്സ്. AOPയുടെ ടോട്ടൽ ഇൻകം മെമ്പേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ AOPയുടെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് മെമ്പേഴ്സ് വീതിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് AOPയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. AOPയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാണ്. AOPയുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് AOPയിലെ മെമ്പേഴ്സിന്റെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻകത്തിനെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. AOP കുറച്ച് മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെമ്പേഴ്സിന്റെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻകം അതർ ദാൻ AOPയിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിന് പുറമേയുള്ള പേഴ്സണൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെയാണോ താഴെയാണോ എന്നുള്ളതനുസരിച്ചിരിക്കും AOPയുടെ ടാക്സ് ലയബിലിറ്റി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദിവ്യ ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ സർ. ഓക്കെ, സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാൻ പോവാണ്. ടാക്സ് ലയബിലിറ്റി ഓഫ് AOPയുടെ ടാക്സ് ലയബിലിറ്റി 3 പോസിബിലിറ്റീസ് ആണുള്ളത്. AOPയുടെ ടാക്സ് ലയബിലിറ്റിക്ക് 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നു. സ്ലാബ് സിസ്റ്റം ഈസ് അപ്ലൈഡ് ഓൺ AOP ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP ഈസ് നിൽ. നമ്മൾ AOPയിലേക്ക് സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് AOPക്ക് ടാക്സ് ലയബിലിറ്റി നില്ലാവാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാം. AOPക്ക് ടാക്സ് ലയബിലിറ്റി നില്ലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. സ്ലാബ് സിസ്റ്റമാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, AOPക്ക് സ്ലാബ് സിസ്റ്റമാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ AOPയുടെ ടാക്സ് ലയബിലിറ്റി ചിലപ്പോഴെങ്കിലും നില്ലായിട്ട് വരാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചിത്ര, AOPയിലേക്ക് നമ്മൾ എപ്പോഴാണ് സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യാം? ഒരു ഇൻഡിവിജ്വലിന്റെ സ്ലാബ് സിസ്റ്റം എപ്പോഴാണ് AOPയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അതായത് മെമ്പേഴ്സിന്റെ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം, അതായത് AOPയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലാണ്ട് അത് ബേസിക് എക്സംഷൻ ലിമിറ്റിനെക്കാട്ടിലും മുകളിൽ പോയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലിന്റെ പോലെ ട്രീറ്റ് ചെയ്യും. വെരി ഗുഡ്, മിടുക്കി, അത് ഗംഭീരായി. സോ AOPയിലെ മെമ്പേഴ്സിന്റെ ഇൻഡിവിജ്വൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ AOPക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്ലാബ് സിസ്റ്റം ആയിരിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ചിത്ര വളരെ ഗംഭീരമായിട്ട് അത് പറഞ്ഞു. വളരെ സന്തോഷം. ഓക്കെ, സോ AOPയിലേക്ക് നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ AOPയുടെ ടാക്സ് ലയബിലിറ്റി ചിലപ്പോൾ നില്ലായിട്ട് വരും. അതെപ്പോഴാണെന്ന് പറയാൻ കഴിയോ സന്ധ്യ? സന്ധ്യ സന്ധ്യക്ക് കേൾക്കാനില്ലല്ലോ. ശില്പ? ശില്പ, AOPയിലേക്ക് നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞു. സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ AOPക്ക് ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് വരും. അതെപ്പോഴായിരിക്കും? എനിക്കറിയില്ല സാർ, ഒരു ക്ലൂ തരൂ. സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ ഏത് വരെയാണ് ടാക്സ് റേറ്റ് നില്ലാവുന്നത്? 2,50,000. അപ്പൊ AOPയുടെ ടോട്ടൽ ഇൻകം 2,50,000 താഴെയാണെങ്കിൽ AOPക്ക് ടാക്സ് ലയബിലിറ്റി വരുമോ? ഇല്ല. അതാണ് സന്ദർഭം. ഓക്കെ, ഗുഡ്. സോ ഞാനൊരു എക്സാമ്പിൾ ഒന്നുകൂടെ വിശദീകരിക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ശില്പ എന്റെ കൂടെ നിൽക്കണേ.
ഓക്കെ സർ. AOP ഫോംഡ് ബൈ A, B and C. A, B, C എന്ന് പറയുന്ന 3 ആൾക്കാർ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള AOP ആണിത്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. AOPയുടെ ടോട്ടൽ ഇൻകം 2,40,000 ആണ്. എത്രയാണ് ടോട്ടൽ ഇൻകം AOPയുടെ? ശില്പ പറയൂ. 2,40,000. ഇനി ഒരു കാര്യം കൂടെ പറയണ്ട്. ഓൾ ദ മെമ്പേഴ്സ് ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOPയിൽ നിന്നും കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകത്തിന് പുറമെയുള്ള ടോട്ടൽ ഇൻകം, എല്ലാവരുടെയും ടോട്ടൽ ഇൻകം എന്തിനേക്കാൾ താഴെയാണെന്നാണ് പറയുന്നത്? ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണ്. ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെ ആയതുകൊണ്ട് തന്നെ AOPയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് നമ്മൾ ഏത് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുക? MMR ആണോ അപ്ലൈ ചെയ്യുക? സ്ലാബ് സിസ്റ്റം ആണോ അപ്ലൈ ചെയ്യുക? സ്ലാബ് സിസ്റ്റം. സ്ലാബ് സിസ്റ്റം ആണ്. വെരി ഗുഡ്. സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പോവാണ്. 2,40,000 മുകളിൽ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ടാക്സ് ലയബിലിറ്റി വരിക? 2,40,000 ഉള്ളൂ ടോട്ടൽ ഇൻകം കേട്ടോ. ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം. സോ 2 ലക്ഷത്തിനേക്കാൾ താഴെയാണ് ഇവരുടെ ടോട്ടൽ ഇൻകം അല്ലേ? അതെ. അപ്പൊ AOPയുടെ ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും? നില്ലായിരിക്കും. AOP ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം AOPയുടെ ടോട്ടൽ ഇൻകം 2,50,000 താഴെയാണ്. മാത്രമല്ല അവർക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ വിന്നിംഗ് ഫ്രം ലോട്ടറിയോ ഇല്ല. അതുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി വന്നേനെ. അതൊന്നുമില്ല. സാധാരണ ടോട്ടൽ ഇൻകം ആണ് 2,40,000 എന്ന് പറയുന്നത്. അത് 2,50,000 താഴെ ആയതുകൊണ്ട് സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് വരും. ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഇതാണ് ആദ്യത്തെ സാധ്യത. AOPയിലേക്ക് നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുകയും AOPയുടെ ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ സാധ്യതയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ പറഞ്ഞത് ക്ലിയർ ആയോ ദിവ്യ? ക്ലിയർ ആയി. ആതിര, അക്ഷിത? ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ ഫൈൻ. ആതിര, എനിക്ക് രണ്ടാമത്തെ സാധ്യത ഞാൻ പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. ആതിര ഒന്ന് നിൽക്കണേ. ആതിര റെഡിയാണോ? റെഡിയാണ് സർ. ഓക്കെ. രണ്ടാമത്തെ സാധ്യത, സ്ലാബ് സിസ്റ്റം ഈസ് അപ്ലൈഡ് ഓൺ AOP ആൻഡ് AOP ഹാസ് ടാക്സ് ലയബിലിറ്റി. സ്ലാബ് സിസ്റ്റം ആണ് AOPയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. AOPക്ക് എന്തുണ്ട്? ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. നില്ലല്ല, ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ സാധ്യത. ആതിര മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ഇവിടെ AOPക്ക് സ്ലാബ് സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യാം. ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ താഴെയാണ് AOPയുടെ ടോട്ടൽ ഇൻകം. ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെയാണ്. അപ്പൊ AOPക്ക് എപ്പോഴാണ് ടാക്സ് ലയബിലിറ്റി വരിക അത്തരം സന്ദർഭങ്ങളിൽ? ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ AOPയുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കി. നോക്കിക്കോളൂ, എക്സാമ്പിൾ ആണ് AOP ഫോംഡ് ബൈ A, B and C. നേരത്തെ മാതിരി തന്നെ ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി ഹാസ് എ ടോട്ടൽ ഇൻകം ഓഫ് 5,40,000. AOPക്ക് ഇവിടെ 5,40,000 ടോട്ടൽ ഇൻകം വരുന്നുണ്ട്. നേരത്തെ 2,40,000 ആണ് വന്നിരുന്നത്. ഇപ്പൊ അത് 5,40,000 ആയിട്ടുണ്ട്. 5,40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AOPക്ക് ടാക്സ് ലയബിലിറ്റി വരുന്ന അർത്ഥം. ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഈസ് ബിലോ ദ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെയാണ്. ടാക്സ് ലയബിലിറ്റി എങ്ങനെ? അപ്പൊ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യും. സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ 5,40,000 മുകളിൽ സ്ലാബ് സിസ്റ്റം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 5 ലക്ഷം വരെയുള്ള ടാക്സ് 12,500. അതിന് മുകളിൽ വരുന്ന 40,000 മുകളിൽ 20%, അതാണ് 8,000 രൂപ. സോ 12,500 പ്ലസ് 8,000 പ്ലസ് 4% സെസ്സും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് രണ്ടാമത്തെ സാധ്യത. സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നു, ടാക്സ് ലയബിലിറ്റി വരുന്നു. ദ ടാക്സ് റേറ്റ് ഓഫ് AOP ഈസ് നോമിനൽ. നോർമൽ ടാക്സ് ആണ് ഇവിടെ നമ്മൾ അടയ്ക്കുന്നത് കേട്ടോ. വലിയ റേറ്റിൽ ടാക്സ് ഒന്നും AOP അടയ്ക്കേണ്ടി വരുന്നില്ല. എന്താണ്? 5 ലക്ഷം വരെയുള്ള ടാക്സ് 12,500, അതിന് മുകളിൽ വരുന്ന 40,000 മുകളിൽ 20%, 8,000 രൂപയും പ്ലസ് 4% സെസ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ ടാക്സ് അടയ്ക്കേണ്ടത് AOPക്ക്. അപ്പൊ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്, ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ദിസ് ഈസ് ദ സെക്കൻഡ് പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി ആണത്.
കാവ്യ മനസ്സിലായോ? കാവ്യ, നവ്യ, നവ്യ, ശ്രീലക്ഷ്മി മനസ്സിലായി സർ. മനസ്സിലായി. രണ്ടാമത്തെ പോസിബിലിറ്റി മനസ്സിലായി. മൂന്നാമത്തെ പോസിബിലിറ്റി ശ്രീലക്ഷ്മി കൂടെ നിൽക്കണേ. ശ്രീലക്ഷ്മി റെഡി അല്ലേ? റെഡിയാണ്. റെഡിയാണ്. സോ മൂന്നാമത്തെ പോസിബിലിറ്റി, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പോസിബിലിറ്റി. MMR or higher rate is applied on AOP. AOPക്ക് നമ്മൾ MMR അപ്ലൈ ചെയ്യുന്ന സാഹചര്യം പറഞ്ഞു തരൂ ശ്രീലക്ഷ്മി. ഹയർ ഇൻകംസിനാണ്, പറയൂ. ഹയർ ഇൻകം പീപ്പിളിനാണ് MMR അപ്ലൈ ചെയ്യാം. AOPന്റെ ടോട്ടൽ ഇൻകം എന്തിനേക്കാൾ മീതെ പോയാൽ? ബേസിക് എക്സംഷൻ ലിമിറ്റിനെക്കാളും AOPയിലെ മെമ്പേഴ്സിലെ ഏതെങ്കിലും ഒരു മെമ്പറിന്റെ ടോട്ടൽ ഇൻകം, AOPയിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിന് പുറമേയുള്ള ടോട്ടൽ ഇൻകം, ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോയാൽ AOPക്ക് നല്ലൊരു പണി നമ്മൾ കൊടുക്കും. AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ MMR അപ്ലൈ ചെയ്യും. MMR എത്രയാണെന്ന് ഓർമ്മയുണ്ടോ ശ്രീലക്ഷ്മി? 42.744%. 42.744%. That includes 4% cess. അതും കൂടെ ഓർത്ത് വെക്കണേ. അതില് 4% സെസ്സും കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ 4% സെസ്സിനെ ആഡ് ചെയ്യരുത് കേട്ടോ. 42.744% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4% സെസ് ആഡ് ചെയ്യരുത്, കാരണം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ MMR അപ്ലൈ ചെയ്യുന്നതാണ് മൂന്നാമത്തെ പോസിബിലിറ്റി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. AOP's total income is 5,40,000. 5,40,000 ആണ്. ശ്രീലക്ഷ്മി, അതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതിൽ ഒരു മെമ്പറിന്റെ ടോട്ടൽ ഇൻകം ഷെയർ ഓഫ് എന്താണ് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ 5,40,000 എന്ന് പറയുന്ന AOPയുടെ ടോട്ടൽ ഇൻകത്തിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? സ്ലാബ് സിസ്റ്റം ആണോ MMR ആണോ അപ്ലൈ ചെയ്യേണ്ടത്? MMR ആണ്. സോ ടാക്സ് ലയബിലിറ്റി ഓഫ് AOP will be 42.744% of 5,40,000. റൈറ്റ്? ശരിയല്ലേ? അതെ. അപ്പൊ മൂന്നാമത്തെ പോസിബിലിറ്റിയില് AOPയുടെ ടാക്സ് റേറ്റ് വളരെ കൂടുതലാണ് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പോസിബിലിറ്റിയില് AOPയുടെ ടാക്സ് ലയബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. MMR ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 42.744% ഫ്ലാറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സ്ലാബ് ഒന്നുമില്ല. അതില് 10 രൂപയാണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ പോലും 10 രൂപയുടെ 42.744% ടാക്സ് അടച്ചിരിക്കണം. So these are the 3 possibilities for AOP. AOPയുടെ ടാക്സ് ലയബിലിറ്റിയുടെ 3 സാധ്യതകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ചാന്ദിനി കേൾക്കുന്നുണ്ടോ? ചാന്ദിനി കേൾക്കുന്നില്ല തോന്നുന്നു. ഓക്കെ, ചിത്ര കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അക്ഷിത, യെസ്. ഈ 3 സാധ്യതകളില് ഏതിലാണ് AOPക്ക് ടാക്സ് ലയബിലിറ്റി ഏറ്റവും കുറവ് വരുന്നത്? ഫസ്റ്റില് ടാക്സ് ലയബിലിറ്റി എത്രയാ വരുന്നത്? 0. അതായത് AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ AOP ടാക്സ് അടയ്ക്കുന്നില്ല. കറക്റ്റ്? യെസ്. ഓക്കെ. ഇനി ഏത് പോസിബിലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ലയബിലിറ്റി AOPക്ക് വരുന്നത്? MMR അപ്ലൈ ചെയ്യുമ്പോൾ. മൂന്നാമത്തെ സാധ്യത അല്ലെ? ഇതിന് രണ്ടിന്റെ ഇടയിലാണ് ആര് നിൽക്കുന്നത്? രണ്ടാമത്തെ സാധ്യത നിൽക്കുന്നത്. നോമിനൽ റേറ്റിൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്, എന്നാൽ ഹൈ ആയിട്ടല്ല ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഓക്കെ, സോ എന്തായാലും AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ AOP 3 രീതിയിലായിരിക്കും ടാക്സ് അടയ്ക്കുക. അതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ആയിരിക്കും AOPക്ക് വരിക.
ഓക്കെ. AOPയുടെ ടോട്ടൽ ഇൻകം ആർക്ക് അവകാശപ്പെട്ടതാണ്? ദിവ്യ. സാർ ക്ലിയർ ക്ലിയർ ആയില്ല ചോദ്യം? ഇല്ല. AOPയുടെ ടോട്ടൽ ഇൻകം അത് ആർക്ക് അവകാശപ്പെട്ടതാണെന്നാണ് എന്റെ ചോദ്യം. മെമ്പേഴ്സിന് അവകാശപ്പെട്ടതാണ്. വെരി ഗുഡ്. സോ ടോട്ടൽ ഇൻകം ഓഫ് AOP ഈസ് അലോക്കേറ്റഡ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് AOP ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അത് അലോക്കേറ്റ് ചെയ്യുക. അത് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നുകൂടെ ഒന്ന് നോക്കണം എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. സോ എനിവേ ടോട്ടൽ ഇൻകം, AOPയുടെ ടോട്ടൽ ഇൻകം മെമ്പേഴ്സിന് അവകാശപ്പെട്ടതാണ്. അടുത്ത എന്റെ ചോദ്യം ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് നോക്കട്ടെ. സൂര്യൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇതുവരെ പറഞ്ഞത് ഫോളോ ചെയ്യാൻ പറ്റിയോ? പറ്റി സർ, എഴുതി. ഇനി എന്റെ ചോദ്യം AOPയുടെ ടോട്ടൽ ഇൻകം മെമ്പേഴ്സിന് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, മെമ്പേഴ്സ് AOPയിൽ നിന്നും കിട്ടുന്ന ഈ ഷെയറിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണോ? മെമ്പേഴ്സ് ഇൻഡിവിജ്വലി ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ടാക്സ് അടച്ചു കഴിഞ്ഞതാവില്ലേ? That's it. Very good. സൂര്യന്റെ ലോജിക് കറക്റ്റ് ആണ്. AOP ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല? ഇൻഡിവിജ്വൽസ് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. വെരി ഗുഡ്. എന്റെ പോയിന്റിലേക്ക് വളരെ ഭംഗിയായിട്ട് സൂര്യൻ എത്തി. AOP ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഇൻകത്തിന്റെ മുകളിൽ ആര് ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്? ഇൻഡിവിജ്വല് അവരുടെ ടോട്ടൽ ഇൻകത്തില് AOPയുടെ ഷെയറിന്റെ മുകളിൽ കിട്ടുന്ന ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളതാണ് സൂര്യൻ നമ്മളോട് പറയുന്നത്. വെരി നൈസ്. ശില്പ, ലോജിക്ക് മനസ്സിലായോ? മനസ്സിലായി. AOP ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ AOP ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഷെയറിന്റെ മുകളിൽ ആര് ടാക്സ് അടയ്ക്കണ്ട? ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻഡിവിജ്വലി ടാക്സ് അടയ്ക്കണ്ട. ഈ ഒരു ലോജിക് ഉപയോഗിച്ചിട്ടാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഫേം എക്സംപ്റ്റഡ് ആവുന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഫേം എക്സംപ്റ്റഡ് ആവുന്നതിന്റെ ലോജിക് അപ്പൊ നമ്മൾ പറഞ്ഞത്. ഫേമിന്റെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ പാർട്ട്നേഴ്സിന് കിട്ടും. ആ ഷെയറിന്റെ മുകളിൽ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഫേം ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷെ ശില്പ, ഞാനൊരു കാര്യം പറയട്ടെ. AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻഡിവിജ്വലി ടാക്സ് അടയ്ക്കേണ്ടതാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ഫസ്റ്റ് ഓപ്ഷനിൽ AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ടോ? AOPയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരുന്നത് ഫസ്റ്റ് ഓപ്ഷനില്? ശില്പ, നില്ലാണ്. അപ്പൊ AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ AOP ടാക്സ് അടയ്ക്കുന്നില്ല ഫസ്റ്റ് ഓപ്ഷനില്. അപ്പൊ പിന്നെ ആരടയ്ക്കേണ്ടി വരും? മെമ്പേഴ്സ് അടയ്ക്കേണ്ടി വരും. സോ അപ്പൊ ഫേമിന്റെ മാതിരി അല്ല ഇവിടെ AOPക്ക് എപ്പോഴും ടാക്സ് ലയബിലിറ്റി വരുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. AOPക്ക് എപ്പോഴും ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ടാക്സ് ലയബിലിറ്റി ഇല്ലാണ്ട് വരുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഹൈ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ നോമിനൽ ടാക്സ് ലയബിലിറ്റി ആണ് വരുന്നത്. 3 രീതിയിലാണ് AOPയുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. സോ whether the share of income from AOP is taxable in the hands of members അതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണോ? That depends upon the tax liability of AOP. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 ഇതിൽ ഏത് ഓപ്ഷൻ ആണ് AOPക്ക് ഉണ്ടാകുന്നത് അതനുസരിച്ചിട്ടാണ് മെമ്പേഴ്സിന്റെ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തില് ഷെയർ ഓഫ് ഇൻകം ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളത് വരുന്നത്. സൂര്യൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ 3 ഓപ്ഷനുകളിൽ ഏതാണോ വരുന്നത് അതനുസരിച്ചിട്ട് വേണം മെമ്പേഴ്സ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOPയുടെ മുകളിൽ ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ദിവ്യ, ഞാൻ പറഞ്ഞ മനസ്സിലായോ?
മനസ്സിലായി. ഉത്തര മനസ്സിലായോ? Yes, sir. അക്ഷിത, ആതിര. Yes, sir. അപ്പൊ ഇനി ഞാൻ പറയുന്നത് എഴുതിയെടുത്തോളൂ കേട്ടോ. ടാക്സബിലിറ്റി ഓഫ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ കയ്യിലേക്ക് ഷെയർ ഓഫ് ഇൻകം വരുമ്പോ അതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മെമ്പേഴ്സ് ഇൻഡിവിജ്വലി ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടാക്സ് ലയബിലിറ്റി ഓഫ് AOP. AOPയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിരിക്കും ഷെയർ ഓഫ് ഇൻകം ഫ്രം AOPയുടെ മുകളിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് അതിനനുസരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1ന്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ 1ന്റെ പ്രത്യേകത ദിവ്യ പറയൂ. ഓപ്ഷൻ 1ന്റെ പ്രത്യേകത എന്താണ്? AOPയുടെ ടാക്സ് ലയബിലിറ്റി നില്ലാണ്. AOP ടാക്സ് അടയ്ക്കില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഷെയറിന്റെ മുകളിൽ ആര് ടാക്സ് അടയ്ക്കേണ്ടി വരും? മെമ്പേഴ്സ് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഈ എക്സാമ്പിൾ എന്നെ ഒന്ന് സഹായിക്കണം ദിവ്യ. Sir. AOP ഫോംഡ് ബൈ A, B and C. 3 പേരുണ്ട് അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി ആയിട്ടാണ് അവർ ഷെയർ ചെയ്യുന്നത്. AOPയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 2,40,000. ഓക്കെ, all the members total income excluding share of income from AOP is below ബേസിക് എക്സംഷൻ ലിമിറ്റ്. 2,40,000 എന്ന് പറയുന്ന AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ഏത് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്? MMR ആണോ സ്ലാബ് സിസ്റ്റം ആണോ? സ്ലാബ് സിസ്റ്റം. സ്ലാബ് സിസ്റ്റം പ്രകാരം 2,40,000 എന്ന് പറയുന്ന ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരുന്നത്? നില്ലാണ്. AOP ടാക്സ് അടയ്ക്കുന്നില്ല. AOPയുടെ ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 2,40,000 മുകളിൽ AOP ടാക്സ് അടയ്ക്കുന്നില്ല. കാരണം അത് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെയാണ്. ഈ 2,40,000 ആർക്ക് അവകാശപ്പെട്ടതാണ്? മെമ്പേഴ്സിന്. എയ്ക്കും ബിക്കും സിക്കും. അവരെങ്ങനെയാണ് അത് ഷെയർ ചെയ്യുന്നത്? ഈക്വലി ആയിട്ടാണ്. അപ്പൊ 2,40,000 ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ എയ്ക്കും ബിക്കും സിക്കും 80,000 രൂപ വീതം കിട്ടും അല്ലേ? ഈ 80,000 മുകളിൽ എയും ബിയും സിയും ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ടാക്സ് അടയ്ക്കണം. കാരണം ആരടച്ചിട്ടില്ല? AOP അടച്ചിട്ടില്ല. Great. That's the point. Here the tax liability of AOP is nil. The share of income allocated to members will be 2,40,000 divided by 3, that is 80,000. This 80,000 is fully taxable in the hands of members and shall be included in the individual total income. Individual total income il adu ulpaduthanam because AOP has not paid tax on 2,40,000. ഈ 2,40,000 ന്റെ മുകളിൽ AOP ടാക്സ് അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2,40,000 ഷെയർ ചെയ്ത് വരുമ്പോൾ ഓരോരുത്തർക്കും 80,000 രൂപ വെച്ച് കിട്ടും. ആ 80,000 മുകളിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ടാക്സ് അടയ്ക്കണം. അത് അവരുടെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോണേ കേട്ടോ. അക്ഷിത മനസ്സിലായോ? Yes, sir. മനസ്സിലായി. ഓക്കെ, അക്ഷിത രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ടാക്സ് റേറ്റ് നോമിനൽ ആയിരിക്കും. ടാക്സ് റേറ്റ് നോമിനൽ. സ്ലാബ് സിസ്റ്റം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട് അല്ലേ? സ്ലാബ് സിസ്റ്റം ഈസ് അപ്ലൈഡ് ഓൺ AOP and AOP ഹാസ് എ ടാക്സ് ലയബിലിറ്റി. അക്ഷിത ഈ എക്സാമ്പിൾ എന്റെ കൂടെ ഒന്ന് പറയണേ. sir. AOP formed by A, B and C sharing profit and loss equally. ടോട്ടൽ ഇൻകം എത്രയാണ് അവരുടെ? 5,40,000. 5,40,000 ആണ്. And all the members total income excluding share of income from AOP is below the basic exemption limit. So 5,40,000 മുകളിൽ നമ്മൾ ഏത് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്? MMR ആണോ സ്ലാബ് സിസ്റ്റം ആണോ? സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്. MMR അല്ല. കാരണം എല്ലാവരുടെയും ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെയാണ്. സോ നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യും. 5 ലക്ഷം വരെ 12,500 40,000 മുകളിൽ 20% പ്ലസ് 4% സെസ്. ഇവിടെ AOPയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ശരിയല്ലേ?
ഹലോ അക്ഷിത, സർ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ടാക്സ് അടയ്ക്കാണ്ടിരിക്കുന്നില്ലല്ലോ. അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഹൈ റേറ്റ് അല്ല, നോമിനൽ ആണ്. നോമിനൽ റേറ്റ് ആണ്. അതുകൊണ്ട് എന്താ ചെയ്യണമെന്നുള്ളത് നോക്കിക്കോട്ടോ. അതുകൊണ്ട് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് നോക്കിക്കോട്ടോ. AOP പേയ്സ് ടാക്സ് അറ്റ് സ്ലാബ് റേറ്റ്. സ്ലാബ് റേറ്റിലാണ് AOP ടാക്സ് അടയ്ക്കുന്നത്. ഹിയർ ദ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ദാറ്റ് ഈസ് 1,80,000. നോക്കൂ, 5,40,000 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അക്ഷിത? 1,80,000. 1,80,000. അതെന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. പക്ഷെ ഒരു ഗുണമുണ്ട്, ഒരു റിബേറ്റ് കിട്ടും ഇവർക്ക്. കാരണം ഓൾറെഡി 5,40,000 മുകളിൽ AOP കുറച്ച് ടാക്സ് അടച്ചിട്ടുണ്ടല്ലോ അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകത്തിലേക്ക് 1,80,000 ഓരോരുത്തരും കാണിക്കുമ്പോഴും ഓരോരുത്തർക്കും എന്ത് കിട്ടുന്ന പറയുന്നത്? എ റിബേറ്റ് ഈസ് അലൗഡ് ഓൺ ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റിയുടെ മുകളിൽ അവർക്കൊരു കിഴിവ്, റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം AOP 5,40,000 മുകളിൽ ഒരു നോമിനൽ റേറ്റിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയർ ഓഫ് ഇൻകം ടോട്ടൽ ഇൻകത്തിൽ കാണിക്കുകയും കാണിച്ചതിന് ശേഷം ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയതിനു ശേഷം ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും ഒരു ചെറിയ ഡിഡക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 പ്രകാരം ഇവർക്കൊരു റിബേറ്റ് കിട്ടും. ബിക്കോസ് AOP paid the tax at a nominal rate. ഒരു നോമിനൽ റേറ്റിൽ AOP ഓൾറെഡി ടാക്സ് അടച്ചിട്ടുള്ളതാണ് 5,40,000 മുകളിൽ. അതുകൊണ്ട് തന്നെ 1,80,000 എന്ന് പറയുന്ന ടോട്ടൽ ഇൻകത്തിൽ കാണിക്കുമ്പോഴും 1,80,000 മുകളിൽ വരുന്ന ടാക്സ് ലയബിലിറ്റി റിബേറ്റ് ആയിട്ട് കിട്ടും. റിബേറ്റ് ആയിട്ട് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിന്ന് ഒരു കിഴിവ് കിട്ടും. ആ കിഴിവ് കിട്ടാനുള്ള കാരണം എന്താന്ന് മനസ്സിലായോ അക്ഷിത? മനസ്സിലായി സർ. എന്താണ് കാരണം? 5,40,000 മേലെ AOP നോമിനൽ റേറ്റിൽ ടാക്സ് അടയ്ക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, ഗ്രേറ്റ്. ആ കിഴിവ് എന്താ ഒന്നാമത്തെ ഓപ്ഷനിൽ കിട്ടാഞ്ഞത്? AOP അടയ്ക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ്, ഗ്രേറ്റ്. AOP ടാക്സേ അടയ്ക്കുന്നില്ല, അപ്പൊ കിഴിവ് കിട്ടില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ AOP ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഒരു നോമിനൽ റേറ്റിൽ ടാക്സ് അടയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തില് ഷെയർ കാണിക്കുകയും അതിനുശേഷം ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയതിനു ശേഷം ഒരു റിബേറ്റ്, ഒരു ഡിഡക്ഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് സെക്ഷൻ 86 പ്രകാരം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെക്കൻഡ് ഓപ്ഷൻ. അതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സൂര്യൻ മനസ്സിലായോ? സർ മനസ്സിലായി. ഓക്കെ, ഫൈൻ. ചിത്ര മനസ്സിലായോ? സാർ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. അതായത് AOPന്റെ ടോട്ടൽ ഇൻകം 2,50,000 കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് AOP ടാക്സ് അടയ്ക്കും. അതിന് ശേഷം മെമ്പേഴ്സിന് ഇതിന്ന് ഒരു ഷെയർ ഉണ്ടല്ലോ, ആ ഷെയർ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ കൂടെ ആഡ് ചെയ്യണം, അങ്ങനെയല്ലേ? എന്നിട്ട് അതിന്റെ മേലെ ടാക്സ് അടയ്ക്കും, പിന്നെ ലാസ്റ്റ് അതിന്റെ മേലിൽ ഒരു റിബേറ്റ് കിട്ടും, അങ്ങനെയാണോ? അതെ. ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ ഷെയർ കാണിച്ചിട്ട് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമല്ലോ, ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമല്ലോ. ആ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുമല്ലോ, ആ ടാക്സ് ലയബിലിറ്റിന്ന് ഒരു ഡിഡക്ഷൻ കിട്ടും ഇൻഡിവിജ്വൽസിന്. മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. ആ ഡിഡക്ഷൻ കൊടുക്കാനുള്ള കാരണം മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. AOP ടാക്സ് അടച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ചിത്ര, എനിക്ക് മൂന്നാമത്തെ സാധ്യതയ്ക്ക് എന്നെ സഹായിക്കണം. മൂന്നാമത്തെ സാധ്യത എന്താണ്? മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? AOP ടാക്സ് അടച്ചിട്ടുണ്ടോ? MMR അപ്ലൈ ചെയ്തിട്ടുണ്ട്. MMR അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ AOP വലിയൊരു ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് അർത്ഥം. വലിയൊരു എമൗണ്ട് അടച്ചിട്ടുണ്ട്. വലിയൊരു ടാക്സ് AOP അടച്ചിട്ടുണ്ട്. ഇനി അത് ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആവശ്യമില്ല. കാരണം നോക്കൂ, ഈ എക്സാമ്പിൾ എന്റെ കൂടെ നിൽക്കണേ. AOP formed by A, B and C sharing profit and loss equally has a total income. നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെ, പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല്
the total income of Mr. B excluding share of income from AOP exceeds the basic exemption limit. B യുടെ ടോട്ടൽ പേഴ്സണൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം AOPയുടെ ടോട്ടൽ ഇൻകം ആയ 5,40,000 മുകളിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം ആണോ അപ്ലൈ ചെയ്യേണ്ടത് MMR ആണോ അപ്ലൈ ചെയ്യുന്നത് ചിത്ര? MMR അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 5,40,000 മുകളിൽ AOP ടാക്സ് അടയ്ക്കുന്നത് 42.744% കേട്ടോ. അത്രയും വലിയ എമൗണ്ട് ആണ് ടാക്സ് അടയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോ ഈ 5,40,000 3 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, 1,80,000 ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടൂലോ അവർക്ക്. അത് എവിടെ കാണിക്കണ്ട? ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആൻഡ് ഇറ്റ് ഷാൽ നോട്ട് ബി ഷോൺ ഇൻ ദ ടോട്ടൽ ഇൻകം അറ്റ് ഓൾ. ടോട്ടൽ ഇൻകത്തിൽ കാണിക്കന്നെ വേണ്ട. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയി. ഓക്കെ. സോ MMR ആണ് AOPക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന ഷെയർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അവരുടെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കന്നെ വേണ്ട. ഓക്കെ ഓക്കെ ഫൈൻ. ആതിര മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി സർ. എന്തുകൊണ്ടാ മൂന്നാമത്തെ ഓപ്ഷനിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ടോട്ടൽ ഇൻകത്തിൽ ഷെയർ കാണിക്കണ്ടെന്ന് പറയാൻ കാരണം? MMR ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. MMR ആയിട്ട് AOP ടാക്സ് അടച്ചു കഴിഞ്ഞു, ഇനി അത് കാണിക്കന്നെ വേണ്ട. രണ്ടാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം, പക്ഷെ റിബേറ്റ് കിട്ടും. ഒന്നാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം, റിബേറ്റ് കിട്ടില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കും, എന്നിട്ട് റിബേറ്റ് കിട്ടും. മൂന്നാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കന്നെ വേണ്ട. അതിന്റെ ലോജിക്കും നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേന്നുള്ളതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണം. ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ശില്പ മനസ്സിലായി? മനസ്സിലായി. എനിക്ക് രണ്ടാമത്തെ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാല് AOPക്ക് നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല AOPക്ക് ഒരു നോമിനൽ റേറ്റിൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ ഈ 5,40,000 മുകളിൽ AOP എന്താ അടയ്ക്കുന്നുണ്ട്? ടാക്സ് അടയ്ക്കുന്നുണ്ട്. സോ 5,40,000 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,80,000 ആണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അപ്പൊ ഈ ഓരോരുത്തരുടെയും ടോട്ടൽ ഇൻകത്തിൽ 1,80,000 നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് കിട്ടും അവസാനം? ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയതിനു ശേഷം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയതിനു ശേഷം ആ ടാക്സ് ലയബിലിറ്റിന്ന് ഒരു ഡിഡക്ഷൻ കിട്ടും സെക്ഷൻ 86 പ്രകാരം. ഓക്കെ. കാരണം ഓൾറെഡി 5,40,000 മുകളിൽ ആര് ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുണ്ട്? AOP ടാക്സ് അടച്ചു. സോ ഈ 1,80,000 മുകളിൽ വരുന്ന ടാക്സ് ലയബിലിറ്റി ഇവർക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. സോ ഞാൻ ഈ 3 ഓപ്ഷൻ ഒന്നുകൂടെ അറ്റ് എ ഗ്ലാൻസിൽ പറഞ്ഞുതരാണ്. വെൻ AOP പേസ് നോ ടാക്സ്, AOP ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ എന്താണ്? ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP is fully taxable in the hands of members and shall be added with the individual total income of members. ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കണം, ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി when AOP pays tax at MMR എന്ന് പറഞ്ഞാൽ ഹയർ റേറ്റിലാണ്, ഹയർ റേറ്റ് ഓർ MMR അങ്ങനെയാണ് വരണമെന്നുണ്ടെങ്കിൽ AOPയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകം ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആൻഡ് ഷാൽ നോട്ട് ബി ഷോൺ ഇൻ ദ ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൽ കാണിക്കാനേ വേണ്ട. ഇവിടെ ഫുള്ളി ടാക്സബിൾ ആണ്, ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ഇവിടെ ഫുള്ളി എക്സംപ്റ്റ് ആണ്, ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണ്ട. ദാറ്റ് ഈസ് AOP MMR ആണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, MMR അതിനും കൂടുതലുള്ള റേറ്റിലോ ആണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ AOP പേസ് ടാക്സ് അറ്റ് സ്ലാബ് റേറ്റ്, നോമിനൽ റേറ്റിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP is added with total income of the members and a rebate is allowed under section 86 പ്രകാരം റിബേറ്റ് കിട്ടും അവർക്ക്. ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP കാണിക്കണുണ്ട്, എന്നിട്ട് ഇൻഡിവിജ്വൽസിന് എന്ത് കിട്ടും? ഒരു റിബേറ്റ് കിട്ടും. സോ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതും ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ നമ്മളിപ്പോ ഇതുവരെ കണ്ടത് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, AOPയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു,
AOPയുടെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ AOPയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെയും ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അവരുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷനിൽ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ടോട്ടൽ ഇൻകത്തിൽ മുഴുവനായിട്ട് കാണിക്കണം. ഫുള്ളി ടാക്സബിൾ ആണ്, ഒരു റിബേറ്റും കിട്ടില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ ഇൻകത്തിൽ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP കാണിക്കണം, എന്നിട്ട് അവസാനം അവർക്കൊരു ഡിഡക്ഷൻ കിട്ടും. 86 പ്രകാരം ഒരു റിബേറ്റ് കിട്ടും. മൂന്നാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കുക തന്നെ വേണ്ട, ദാറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റ്. സോ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP കാണിക്കണ്ട. ഇതാണ് 3 സാധ്യതകൾ ഉള്ളത്. ക്ലിയർ ആയോ ശ്രീലക്ഷ്മി? ക്ലിയർ ആയി സർ. കാവ്യ 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 കേൾക്കുന്നില്ല തോന്നുന്നു. ക്ലിയർ ആയി സർ. ക്ലിയർ ആയി, ഓക്കെ ഫൈൻ. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം കണ്ടെത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ 3 പ്രാക്ടിക്കൽ പ്രോബ്ലം, ചെറിയ പ്രാക്ടിക്കൽ പ്രോബ്ലം ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹോംവർക്കും തരും. സോ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ നോട്ടിൽ എഴുതണേ, എങ്ങനെയാണ് സെക്ഷൻ 86 പ്രകാരമുള്ള റിബേറ്റ് എത്രയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഓപ്ഷനിൽ ഇവർക്ക് റിബേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കും, അവസാനം അവർക്ക് റിബേറ്റ് ആയിട്ട് ടാക്സ് ലയബിലിറ്റിയിൽ ഒരു കിഴിവ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റിബേറ്റ് എത്രയാണെന്നുള്ളതാണ് ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം. വെൻ AOP പേസ് ടാക്സ് അറ്റ് സ്ലാബ് റേറ്റ്, ഒരു റിബേറ്റ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP is added with total income of the members and members will get a rebate under section 86. ആ റിബേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എമൗണ്ട് ഓഫ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 അവൈലബിൾ ടു മെമ്പേഴ്സ്. ഓരോ മെമ്പേഴ്സിനാണ് ആ റിബേറ്റ് കിട്ടുക. AOPക്ക് അല്ല റിബേറ്റ്, മെമ്പേഴ്സിനാണ് റിബേറ്റ്. മെമ്പേഴ്സിന്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന, ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിബേറ്റ് ആണ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ടു ദ മെമ്പർ, ഒരു AOPയിൽ നിന്നും മെമ്പറിന് കിട്ടിയിട്ടുള്ള ഷെയർ എത്രയാണോ അതേ ഇൻറ്റു ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു മെമ്പറിന്, അത് സേ A എന്ന് പറയുന്ന മെമ്പർ ആണെന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന മെമ്പറിന് AOPയിൽ നിന്ന് ഒരു ഷെയർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന റിബേറ്റ് എത്രയാന്നുള്ളതാണ്. Aക്ക് കിട്ടിയിട്ടുള്ള ഷെയർ എത്രയാണോ ദാറ്റ് ഷെയർ ഓഫ് ഇൻകം ഇൻറ്റു A അടയ്ക്കുന്ന ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. Average rate of tax, that will be the amount of rebate under section 86. Average rate of tax എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, average rate of tax ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ടാക്സ് ബിഫോർ 86 rebate and 4% cess. ടോട്ടൽ ടാക്സ് ബിഫോർ 86 റിബേറ്റ്. 86 പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് റിബേറ്റ് കിട്ടുമല്ലോ. ടോട്ടൽ 5 ലക്ഷത്തിന് മീതെ പോകുന്നില്ലെങ്കിൽ 86 പ്രകാരം ഒരു റിബേറ്റ് കിട്ടും. 4% സെസ് ഉണ്ട്. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ടാക്സ് ലയബിലിറ്റി എടുക്കുക. ആ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഓഫ് മെമ്പർ ഇൻറ്റു 100. ടോട്ടൽ ടാക്സ് ബിഫോർ 87 റിബേറ്റ് ആൻഡ് 4% സെസ്
ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ. കറണ്ട് പോയിട്ട് നെറ്റ് ഡൗൺ ആയതാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ. ഓക്കെ ഫൈൻ. ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. നമ്മള് സെക്ഷൻ 86 പ്രകാരമുള്ള റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് കറണ്ട് പോയത്. സോ സെക്ഷൻ 86 പ്രകാരമുള്ള റിബേറ്റ് കേട്ടോ. സെക്ഷൻ 86 പ്രകാരം റിബേറ്റ് കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് AOP നോമിനൽ റേറ്റിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് മെമ്പേഴ്സിന് അവരുടെ ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ റിബേറ്റ് കിട്ടുന്നത്. ആ റിബേറ്റിന്റെ എമൗണ്ട് എങ്ങനെയാ കണ്ടെത്തുക എന്നുള്ളതാണ്. എമൗണ്ട് ഓഫ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 അവൈലബിൾ ടു ദ മെമ്പർ. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന മെമ്പറിന് AOPയിൽ നിന്ന് ഒരു ഷെയർ കിട്ടുന്നുണ്ട് വിചാരിക്കുക, അതൊരു 50,000 ആണെന്ന് വിചാരിക്കുക. സോ ആ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ടു ദ മെമ്പർ ഇൻറ്റു 50,000 ഇൻറ്റു ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ അടയ്ക്കുന്ന റേറ്റ് ഓഫ് ടാക്സിന്റെ ആവറേജ് എടുക്കുക. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ടാക്സ് ബിഫോർ 87 റിബേറ്റ് ആൻഡ് 4% സെസ്. 87 റിബേറ്റും 4% സെസ്സും കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പുള്ള ഒരു ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടാക്സ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഓഫ് മെമ്പർ ഇൻറ്റു 100. നിങ്ങൾക്ക് ഒരു കണക്ക് ചെയ്യുമ്പോൾ ഈ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. സോ ഈ രീതിയിൽ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം. എമൗണ്ട് ഓഫ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതും അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതും നിങ്ങൾ എഴുതി വെക്കണം. ഒന്ന് എഴുതി വെക്കൂ. എഴുതിയോ ദിവ്യ? എഴുതിയിട്ടുണ്ട്. സൂര്യൻ എഴുതിയോ? സാർ എഴുതി. സോ ഈ രീതിയിലാണ് സെക്ഷൻ 86 പ്രകാരമുള്ള ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു 3 കണക്കുകൾ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം കാണേണ്ടത്, ഓരോ മെമ്പേഴ്സിന്റെയും ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാണേണ്ടത്, അവരുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. സോ ആദ്യത്തെ കണക്ക് ഇതാണ്. എന്നെ ആദ്യത്തെ കണക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി, സർ. യെസ്, ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലം 1. ഒന്നാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ് കേട്ടോ. ഇവിടെ AOPയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? $240,000. AOPയിലെ എയും ബിയും കൂടിയിട്ടാണ് AOP ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. ഓക്കെ. ഇനി ഓരോ മെമ്പേഴ്സിന്റെയും മിസ്റ്റർ എയുടെയും മിസ്റ്റർ ബിയുടെയും പേഴ്സണൽ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം AOP തന്നിട്ടുണ്ട്. ഓക്കെ, എക്ക് ഇൻകം ഫ്രം സാലറി ഉണ്ട് 80,000, ബിക്ക് 60,000 ഉണ്ട് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം അതർ സോഴ്സസ് എക്ക് ഉണ്ട് 30,000, ഇൻകം ഫ്രം അതർ സോഴ്സസ് 40,000 ഉണ്ട്. എയുടെ ടോട്ടൽ ഇൻകം അതർ ദാൻ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എത്രയാണത്? 110,000. ബിയുടെ എത്രയാണ്? 1 lakh. 1 lakh. സോ രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം അതർ ദാൻ AOP's ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെയാണോ താഴെയാണോ? താഴെയാണ്. അപ്പൊ നമ്മള് AOPയുടെ 2,40,000 മുകളിൽ സ്ലാബ് സിസ്റ്റം ആണോ MMR ആണോ അപ്ലൈ ചെയ്യേണ്ടത്? സ്ലാബ് സിസ്റ്റം 2,40,000 അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് AOPയുടെ ടാക്സ് ലയബിലിറ്റി? AOPയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ശ്രീലക്ഷ്മി, നില്ലല്ലേ?
നില്ലാണ് വരിക. കാരണം 2,40,000 എന്ന് പറഞ്ഞാൽ 2,50,000 താഴെയാണ്. സോ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ബി അതർ ദാൻ ബേസിക് എക്സെപ്ഷൻ ലിമിറ്റിനൊക്കെ താഴെയാണ്. സോ സ്ലാബ് സിസ്റ്റം ഈസ് അപ്ലിക്കബിൾ. ടോട്ടൽ ഇൻകം 2,40,000 മുകളിൽ ടാക്സ് ലയബിലിറ്റി വിൽ ബി നിൽ. അപ്പൊ ഇവര് ഈ 2,40,000 ഇനി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തെടുക്കുമല്ലോ അല്ലെ? ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുക? 3:2. 3:2 ഷെയർ ചെയ്യുക. 3:2 ഷെയർ ചെയ്യേണ്ടത്. 3:2 ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ. സോ 3:2 ഷെയർ ചെയ്യുന്നത് എയും ബിയും അവരുടെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം എന്നുള്ളതാണ് ചോദ്യം. കാണിക്കണം. വെരി ഗുഡ്. സോ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ മിസ്റ്റർ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ടോട്ടൽ ഇൻകം മിസ്റ്റർ എയുടെയും മിസ്റ്റർ ബിയുടെയും ടോട്ടൽ ഇൻകം കാണാൻ പോവാണ് നമ്മള്. മിസ്റ്റർ എക്കും മിസ്റ്റർ ബിക്കും ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സസും ഉണ്ട്, ദെൻ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഉണ്ട്. 3 ഇൻകം ഉണ്ട്. അപ്പോ ഇൻകം ഫ്രം സാലറി 80,000, 60,000. ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP 1,44,000, 96,000. എങ്ങനെയാണ് ഈ രണ്ട് ഫിഗർ കിട്ടിയ ശ്രീലക്ഷ്മി എനിക്ക് പറഞ്ഞുതരൂ. 1,40,000 എയ്ക്കും 96,000 രൂപ തന്നുണ്ട്. ഏതാ? എങ്ങനെ 1,44,000 കിട്ടിയത്? 3:2. 2,40,000 3:2 വെച്ചിട്ട് 2,40,000 3:2 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എയും. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് 30,000, 40,000. അപ്പൊ ഇവരുടെ ടോട്ടൽ ഇൻകം നമ്മൾ കണ്ടുപിടിച്ചു. 2,54,000ഉം 1,96,000 ആണ് എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഇൻകം. കാരണം വേറെ ഡിഡക്ഷൻസ് ഒന്നും ATC പ്രകാരമുള്ള ഡിഡക്ഷനോ ATC തൊട്ട് ATU വരെയുള്ള ഡിഡക്ഷൻസിനെ പറ്റിയിട്ടൊന്നും ഇതിലൊന്നും പറയുന്നില്ല. സോ ദീസ് ആർ ദി total income of A and B. So we have calculated the total income of A and B. നമ്മളോട് കണക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. AOPയുടെ ടാക്സ് ലയബിലിറ്റി കാണണം, എയുടെ ടാക്സ് ലയബിലിറ്റി കാണണം, ബിയുടെ ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി കാണണം. സോ നമ്മൾ ഇവിടെ AOPയുടെ ടാക്സ് ലയബിലിറ്റി നില്ലാണെന്ന് കണ്ടു. എയുടെ ടോട്ടൽ ഇൻകം കണ്ടു 2,54,000, ബിയുടെ ടോട്ടൽ ഇൻകം കണ്ടു 1,96,000. ഓക്കെ. സോ ആതിര മനസ്സിലായോ? മനസ്സിലായി സർ. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ടോട്ടൽ ഇൻകത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഷെയർ ഓഫ് ഇൻകം AOP വന്നിട്ടുണ്ടല്ലോ അല്ലെ? അതെ. ഇവർക്ക് വേറെ റിബേറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. ഇവർക്ക് 86 പ്രകാരമുള്ള റിബേറ്റ് കിട്ടുമോ ഇവർക്ക്? ഇല്ല സർ. എന്തുകൊണ്ടാ വരാത്തത്? പ്രകാരമുള്ള റിബേറ്റ് കിട്ടില്ല. കാരണം 2,40,000 മുകളിൽ AOP ടാക്സ് അടച്ചിട്ടേ ഇല്ല. ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിലേ 86 പ്രകാരമുള്ള റിബേറ്റ് കിട്ടുള്ളൂ. സോ 2,54,000 ആണ് എയുടെ ടോട്ടൽ ഇൻകം, 1,96,000 ആണ് ബിയുടെ ടോട്ടൽ ഇൻകം. ഇനി എന്നെ സഹായിക്കാൻ പോകുന്നത് അക്ഷിതയാണ്. അക്ഷിത, കേൾക്കുന്നുണ്ടോ അക്ഷിത? ആതിര, ചിത്ര, അക്ഷിത ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി സർ.
ടോട്ടൽ ഇൻകം നോക്കൂ, AOPയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? AOPയുടെ ടാക്സ് ലയബിലിറ്റി നില്ലാണ്. കാരണം AOPയുടെ ടോട്ടൽ ഇൻകം 2,40,000 വരുന്നുള്ളൂ. അതിൽ സ്ലാബ് സിസ്റ്റം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. 2,40,000 മുകളിൽ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ ടാക്സ് ലയബിലിറ്റി നില്ലാണ് വരിക. എയുടെ ടോട്ടൽ ഇൻകം പറഞ്ഞുതരൂ അക്ഷിത. എയുടെ ടോട്ടൽ ഇൻകം 2,54,000. ബിയുടെ ടോട്ടൽ ഇൻകം 1,96,000. ഇനി അക്ഷിത എന്നെ സഹായിക്കേണ്ടത് എയുടെ ടാക്സ് ലയബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്, ബിയുടെ ടാക്സ് ലയബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം എയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്, ബിയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ആദ്യം ഞാൻ ചോദിക്കട്ടെ അക്ഷിത, ബിയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ബിയുടെ 1,96,000. ബി ഒരു ഇൻഡിവിജ്വൽ ആണ് കേട്ടോ. 1,96,000 മുകളിൽ ബി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അടയ്ക്കണം. എന്തുകൊണ്ട് അടയ്ക്കണം എന്ന് പറയാൻ കാരണം? AOP അടയ്ക്കുന്നില്ലല്ലോ. AOP അടയ്ക്കുന്നില്ല, ശരിയാണ്. AOP അടയ്ക്കുന്നില്ല, അതുകൊണ്ട് ബിയുടെ മുകളിൽ ടാക്സബിൾ ആണ്. ഓക്കെ, പക്ഷേ ബി ഒരു ഇൻഡിവിജ്വൽ ആണ്. ബിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം സ്ലാബ് സിസ്റ്റം ആണ്. സ്ലാബ് സിസ്റ്റം പ്രകാരം എത്ര ലക്ഷം വരെ ടാക്സ് അടയ്ക്കണ്ട? 2,50,000. ബിയുടെ ടോട്ടൽ ഇൻകം എത്രയേ വന്നിട്ടുള്ളൂ? 1,96,000. ബി ടാക്സ് അടയ്ക്കണോ? ഇനി ഇൻഡിവിജ്വലി ടാക്സ് അടയ്ക്കണോ? കാരണം ബിക്ക് ടോട്ടൽ ഇൻകം 1,96,000 താഴെയാണ്. അതുകൊണ്ട് ബി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയി സാർ. ഇനി അക്ഷിത ഒരു കാര്യം കൂടെ എന്നെ സഹായിക്കണം. എ ടാക്സ് അടയ്ക്കണം. അടയ്ക്കണം. കാരണം 2,54,000 അല്ലേ? 2,50,000 മീതെ പോയില്ലേ? എത്ര പോയി? 4,000. 4,000 മുകളിൽ ടാക്സ് അടയ്ക്കണ്ടേ? അടയ്ക്കണം. 4,000 മുകളിൽ എത്ര ശതമാനം ടാക്സ് വരണേ? സ്ലാബ് സിസ്റ്റം ഓർമ്മയുണ്ടാവും. മുകളിൽ 5 ലക്ഷം വരെ എത്രയാണ് ടാക്സ് റേറ്റ് വരുന്നത്? 12,500. 5 ലക്ഷം വരെ അല്ല, ഞാൻ റേറ്റ് എത്രയാ പറഞ്ഞേ? ടാക്സ് റേറ്റ് 5% ആണ്. അക്ഷിത, സർ. 4,000 മുകളിൽ എത്ര ശതമാനം ടാക്സ് അടയ്ക്കേണ്ടത്? 5%. 5%. 12,500 വരില്ല കേട്ടോ. 5 ലക്ഷം ഇല്ലല്ലോ ഇവർക്ക് ടോട്ടൽ ഇൻകം. 5 ലക്ഷം ഇല്ലല്ലോ. 2,54,000 ഉള്ളൂ. സോ 2,50,000 മീതെ എത്ര വന്നോ അതിന്റെ മുകളിൽ 5% ടാക്സ് അടയ്ക്കണം. 4,000 മുകളിൽ എത്ര ശതമാനം ടാക്സ് വരുന്നത്? 5%. അപ്പൊ ഞാൻ ഇവിടെ ടാക്സ് ലയബിലിറ്റി കണ്ടെത്താൻ പോകട്ടോ. മിസ്റ്റർ എയുടെയും മിസ്റ്റർ ബിയുടെയും ടാക്സ് ലയബിലിറ്റി കണ്ടെത്താൻ പോവാണ്. ആദ്യം ടോട്ടൽ ഇൻകം 2,54,000, 1,96,000 ബിയുടെ. ബിക്ക് ടാക്സ് ലയബിലിറ്റി നില്ലാണ് കേട്ടോ. ടാക്സ് ലയബിലിറ്റി ബിക്ക് നില്ലാണ്. എക്ക് 200 വരുന്നുണ്ട്. എക്ക് എങ്ങനെയാ 200 കണ്ടെത്തിയ എനിക്ക് പറഞ്ഞുതരൂ അക്ഷിത. 4,000ന്റെ 5%. 4,000ന്റെ 5% ടാക്സ് ലയബിലിറ്റി എക്ക് വരും. അതെത്രയാണ്? 200. ഇനി ഇവർക്ക് സെക്ഷൻ 86 പ്രകാരം റിബേറ്റ് കിട്ടുമോ? ഇല്ല. 6 പ്രകാരം റിബേറ്റ് കിട്ടില്ല. കാരണം AOP ടാക്സ് അടച്ചിട്ടില്ലല്ലോ. AOP നോമിനൽ റേറ്റിൽ ടാക്സ് അടച്ചാൽ മാത്രമാണ് 86 പ്രകാരം റിബേറ്റ് കിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഇൻഡിവിജ്വലിനും കിട്ടുന്ന ഒരു റിബേറ്റ് ഉണ്ട്. അതേതാ? അത് ഞാൻ ഫ്ലാഷ് ബാക്കും കൂടെ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച കാര്യമാണ്, പക്ഷെ അത് നിങ്ങൾ മറന്നുപോയിണ്ടാവും.
എല്ലാ ഇൻഡിവിജ്വലിനും കിട്ടുന്ന ഒരു റിബേറ്റ് ഉണ്ട്. ഇൻഡിവിജ്വലിന് മാത്രം കിട്ടുന്ന റിബേറ്റ്. ഇൻഡിവിജ്വലിന് മാത്രം കിട്ടുന്ന ഒരു റിബേറ്റ്. അത് ഏതാ സെക്ഷൻ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 87A അല്ലേ? 87A പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. അക്ഷിത, sir. ഒരാളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിന് മീതെ പോകുന്നില്ല എന്ന് വിചാരിക്കുക. 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ എല്ലാ ഇൻഡിവിജ്വലിനും കിട്ടുന്ന ഒരു റിബേറ്റ് ആണ് 87A. അത് മിസ്റ്റർ എക്ക് കിട്ടും. അതിന് തടസ്സമില്ല അവിടെ. സോ 87A പ്രകാരം കിട്ടുന്ന റിബേറ്റ് മാക്സിമം 12,500 വരെ കിട്ടും. മാക്സിമം 12,500 വരെ കിട്ടും. സോ ടാക്സ് ലയബിലിറ്റി ഓർ 12,500 whichever is less. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A 200 രൂപയും റിബേറ്റ് ആയിട്ട് കിട്ടും. ആർക്ക് കിട്ടും? എക്ക് കിട്ടും. 87A അത് എല്ലാ ഇൻഡിവിജ്വലിനും ബാധകമാണ് കേട്ടോ. അത് ബിക്കും കിട്ടും. ബിക്ക് ഇവിടെ കിട്ടാത്തത് ബിക്ക് ടാക്സേ വന്നിട്ടില്ലല്ലോ, പിന്നെ റിബേറ്റിന്റെ ആവശ്യമില്ല അവർക്ക്. ഇവിടെ ടാക്സ് ലയബിലിറ്റി എക്ക് വന്നിട്ട് 200 രൂപ. പക്ഷെ 200 രൂപയിൽ നിന്ന് എന്ത് കിട്ടും? 87A പ്രകാരമുള്ള റിബേറ്റ് കിട്ടും. കാരണം ഇവരുടെ ടോട്ടൽ ഇൻകം 2,54,000 ഉള്ളൂ. 5 ലക്ഷത്തിന് മീതെ പോയിട്ടില്ല. സോ ഇവർക്ക് 87A പ്രകാരം റിബേറ്റ് കിട്ടും. അവസാനം രണ്ടുപേരുടെയും ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് വരും. സോ ദിസ് ഈസ് ദി ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. ക്ലിയർ ആയോ അക്ഷിത? Clear ആയി sir. 87A പ്രകാരം എക്ക് റിബേറ്റ് കിട്ടാനുള്ള കാരണം മനസ്സിലായോ? മനസ്സിലായി. എന്താ കാരണം? എല്ലാ ഇൻഡിവിജ്വലിനും എപ്പോഴാണ് കിട്ടിയത്? ടോട്ടൽ ഇൻകം 2,50,000 മേലെ പോയി. അല്ലല്ല, ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിനും താഴെയാണെങ്കിൽ മാത്രമേ കിട്ടൂ കേട്ടോ. നോട്ട് ചെയ്യണേ. 87A പ്രകാരമുള്ള റിബേറ്റ് ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിനും താഴെയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. 5 ലക്ഷത്തിനും മീതെ പോയാൽ കിട്ടില്ല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? സർ. ഇവിടെ ടോട്ടൽ ഇൻകം 2,54,000 ഉള്ളൂ. 5 ലക്ഷത്തിന് മീതെ പോയിട്ടില്ല. അതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. അത് AOP ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ അതിന്. ഓക്കെ, സോ ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി ഈസ് നിൽ. രണ്ടുപേരുടെയും ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് വന്നു. സോ ദിസ് ഈസ് all about practical problem 1. ദിവ്യ മനസ്സിലായോ? മനസ്സിലായി സർ. ശില്പ മനസ്സിലായോ? മനസ്സിലായി സർ. സൂര്യൻ മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ ഫൈൻ. ഇനി പ്രാക്ടിക്കൽ പ്രോബ്ലം 2ലേക്ക് കടക്കാൻ പോവാ കേട്ടോ. പ്രാക്ടിക്കൽ പ്രോബ്ലം 2. ദിസ് ഈസ് പ്രാക്ടിക്കൽ പ്രോബ്ലം 2. സൂര്യനാണ് എന്നെ സഹായിക്കേണ്ടത്. സർ. ഓക്കെ, ഇവിടെ AOPയുടെ ടോട്ടൽ ഇൻകം, AOP എയും ബിയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. എയും ബിയും കൂടിയിട്ടാണ് AOP ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെങ്ങനെയാ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്? ഈക്വൽ ആയിട്ടാണ് സർ. ഈക്വൽ ആയിട്ടാണ്. അവരുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? AOPയുടെ ടോട്ടൽ ഇൻകം 1,10,000 4 lakh. അല്ല, അത് എയുടെയും ബി ടോട്ടൽ ഇൻകം 2,60,000. ഇത് AOPയുടെ ടോട്ടൽ ഇൻകം 2,60,000 ആണ്. ഓക്കെ, ഇനി AOPയുടെ ഇൻകം കൂടാതെയുള്ള മറ്റ് ഇൻകങ്ങളാണ് എയുടെയും ബിയുടെയും പേഴ്സണൽ ഇൻകങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻകം ഫ്രം സാലറി 80,000, ബിക്ക് 3,60,000. ഇൻകം ഫ്രം അതർ സോഴ്സസ് എക്ക് 30,000, ബിക്ക് 40,000. സോ എയുടെ ടോട്ടൽ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം AOP അത് എത്രയാ? 1,10,000. ബിയുടെ എത്രയാ? 4 lakh. ബിയുടെ അപ്പൊ ടോട്ടൽ ഇൻകം AOPയിൽ നിന്നും കിട്ടുന്ന ഇൻകം കൂടാതെയുള്ള ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോയോ? പോയി സർ. 2,50,000 മുകളിൽ. ബിയുടെ പോയിന്റ്. അപ്പൊ ഈ 2,60,000 2,60,000 എന്നുള്ളതാണ് AOPയുടെ ടോട്ടൽ ഇൻകം. അതിൽ നമ്മള് സ്ലാബ് സിസ്റ്റം ആണോ അപ്ലൈ ചെയ്യേണ്ടത്, MMR ആണോ അപ്ലൈ ചെയ്യേണ്ടത്? വരുമ്പോഴല്ലേ ഏതാ? MMR അല്ലേ സർ?
MMR ആണ് അപ്ലൈ ചെയ്യേണ്ടത്. MMR ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 2,60,000 മുകളിൽ MMR ആണ് അപ്ലൈ ചെയ്യേണ്ടത്. AOP ടാക്സ് അടയ്ക്കണം. MMRൽ ടാക്സ് അടയ്ക്കണം. പിന്നെ ഇത് ഷെയർ ചെയ്ത് വരുന്നത് എയോ ബിയോ അവരുടെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇവര് MMR അടച്ചിട്ടുണ്ടല്ലോ, പിന്നെ അത് ടോട്ടൽ ഇൻകത്തിലേ കാണിക്കണ്ട. നമുക്ക് എങ്ങനെയാ ചെയ്യണത് നോക്കാം കേട്ടോ. ടോട്ടൽ ഇൻകം ഓഫ് AOP is 2,60,000. നിങ്ങൾ ഫോളോ ചെയ്യണേ. The total income of Mr. B other than his share of income from AOP is 4 lakh, which is greater than basic exemption limit. So MMR is applicable on the total income of AOP. AOP യുടെ ടാക്സ് ലയബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ AOP യുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരുന്നത്? 2,60,000 42.744%. ദാറ്റ് ഈസ് 1,11,130 ആണ് AOP യുടെ ടാക്സ് ലയബിലിറ്റി. ഇനി സെസ് ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ, കാരണം ഈ 42.744% സെസ് ഇൻക്ലൂഡഡ് ആണ്. സോ AOP യുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടെത്തി. സൂര്യൻ മനസ്സിലായോ AOP യുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കണ്ടെത്തിയെന്നുള്ളത്? മനസ്സിലായി. അപ്പൊ AOP യുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരുന്നതെന്ന് നോക്ക്, ഒന്ന് വായിച്ചു നോക്ക്. 1,11,130, 2,60,60,000 അവരുടെ ടോട്ടൽ ഇൻകം ഉള്ളൂ. അതിന്റെ മുകളിൽ അവർ അടയ്ക്കുന്ന ടാക്സ് 1,11,130. അവർ ഹൈ റേറ്റിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട് AOP. പിന്നെ AOPയിൽ നിന്ന് കിട്ടുന്ന ഷെയറിന്റെ മുകളിൽ മെമ്പേഴ്സ് ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളത് മാത്രമല്ല, അവർ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട വേണ്ടത്. MMR ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് പിന്നെ അതിന്റെ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണ്ട. മനസ്സിലായോ? സൂര്യൻ? അപ്പൊ ഇനി നമ്മള് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാൻ പോവാണ്. എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകം മനസ്സിലായി. ഓക്കെ, എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകം കണ്ടെത്താൻ പോവാണ്. എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. എക്ക് ഇൻകം ഫ്രം സാലറി ഉണ്ടല്ലോ, എക്ക് ഇൻകം ഫ്രം സാലറി ഉണ്ട്. അതെത്രയാണ്? 80,000. ബിക്ക് 3,60,000. അത് നമ്മൾ എഴുതി. ഇൻകം ഫ്രം സാലറി എക്ക് 80,000, ബിക്ക് 3,60,000. ഇനി ഇൻകം ഫ്രം AOP, ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP, എയുടെ ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കണോ, ബിയുടെ ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കണോ? സൂര്യൻ? എക്സംപ്റ്റഡ് ആണ്, കാണിക്കണ്ട. കാരണം AOP ഓൾറെഡി 2,60,000 മുകളിൽ എന്തടച്ചിട്ടുണ്ട്? MMRൽ ടാക്സ് അടച്ചിട്ടുണ്ട്. MMRൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എയുടെ ടോട്ടൽ ഇൻകത്തിലോ ബിയുടെ ടോട്ടൽ ഇൻകത്തിലോ കാണിക്കേണ്ട ആവശ്യമില്ല. എക്സംപ്റ്റ് എഴുതിയാൽ മതി, എമൗണ്ട് കുളത്തിൽ ഒന്നും എഴുതണ്ട. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ് വന്നിട്ടുണ്ട്. എന്താ വന്നിരിക്കണ? 30,000 വന്നിട്ടുണ്ട്, 40,000 വന്നിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ഇൻകം ആണ് ഇവിടെ കാണുന്നുണ്ട്, 30,000, 40,000. സോ സൂര്യൻ എനിക്ക് പറഞ്ഞുതരൂ, എയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, ബിയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 1,10,000, 4 lakh. ഇനി സൂര്യൻ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണേ. എയുടെ ടോട്ടൽ ഇൻകം കണ്ടെത്തിയിട്ടുണ്ട്, ബിയുടെ ടോട്ടൽ ഇൻകം കണ്ടെത്തിയിട്ടുണ്ട്. എയും ബിയും ഇൻഡിവിജ്വൽ ആണേ. സൂര്യൻ ഫോളോ ചെയ്യണ്ടോ? എയുടെ ടോട്ടൽ ഇൻകം 1,10,000 ആണെന്നിരിക്കെ എയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ഇൻഡിവിജ്വലിന്റെ ടാക്സ് ഇൻകം 2,00,000 താഴെയാണെങ്കിൽ 0 അല്ലേ? 2,50,000 താഴെയാണെങ്കിൽ എ ടാക്സ് അടയ്ക്കണ്ട. എയുടെ ടോട്ടൽ ഇൻകം 1,10,000 വരുന്നുള്ളൂ. അതുകൊണ്ട് എ എന്താ അടയ്ക്കണ്ട? ടാക്സ് അടയ്ക്കണ്ട, നില്ലാണ്. അടുത്ത ചോദ്യം സൂര്യനോട് തന്നെയാണ്. ബിയുടെ ടാക്സ് ലയബിലിറ്റി, ബിയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 4 lakh ആണ്. 2.5ക്കും മീതെ പോയിന്റ് കേട്ടോ. 2.5ക്കും മീതെ എത്ര പോയിന്റ്? 1,50,000. അതിന്റെ മുകളിൽ എത്ര ശതമാനമാണ് ടാക്സ് അടയ്ക്കേണ്ടത്? 5%. 5% ടാക്സ് അടയ്ക്കണം. അപ്പൊ ബിക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ബിക്ക് ഒരു റിബേറ്റ് കിട്ടും. ഏതാ സെക്ഷൻ? ഏത് സെക്ഷൻ? 87A. എന്താ കാരണം എന്താ? 5,00,000 താഴെയാണെങ്കിൽ മിടുക്കൻ. സോ ബിക്ക് റിബേറ്റ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ബിയും രക്ഷപ്പെടും കേട്ടോ. അവസാനം നോക്കൂ, എയുടെ ടാക്സ് ലയബിലിറ്റി നില്ലാണ്. എയുടെ ടാക്സ് ലയബിലിറ്റി നില്ലാവാൻ കാരണം 2.5ക്കും താഴെയാണ്.
ബിയുടെ ടാക്സ് ലയബിലിറ്റി 7500 വരുന്നത്. എങ്ങനെയാ 7500 വന്നത്? ഒരു 1,50,000 ആ 5%. 5%. വെരി ഗുഡ്. ഇനി ഈ 7500 ബിക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. റിബേറ്റ് മാക്സിമം എമൗണ്ട് എത്രയാണ്? 87A പ്രകാരമുള്ള റിബേറ്റിന്റെ മാക്സിമം എമൗണ്ട് 12,500 ആണ് കേട്ടോ. ഹലോ സൂര്യൻ, ആ സാർ കേൾക്കാം. 12,500 വരെയാണ് കിട്ടുക കേട്ടോ. ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി ഓർ 12,500 വിച്ച് എവർ ഈസ് ലെസ്. ഇവിടെ 7,500 മുഴുവനായിട്ട് എന്ത് കിട്ടും? റിബേറ്റ് ആയിട്ട് കിട്ടും. 87Aക്ക് AOP ആയിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് കേട്ടത്. എല്ലാ ഇൻഡിവിജ്വലിനും 5 ലക്ഷത്തിനും താഴെയാണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സാധനമാണ് അത്. സോ 7,500 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ടാക്സ് ലയബിലിറ്റി വീണ്ടും എന്തായിട്ട് മാറി? നില്ലായിട്ട് മാറി. സോ ദിസ് ഈസ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ബി രക്ഷപ്പെടാൻ കാരണം 87A ആണ്. ബി രക്ഷപ്പെടാൻ കാരണം 87A ആണ്. രണ്ടുപേർക്കും ടാക്സ് ലയബിലിറ്റി 0 ആയിട്ട് വന്നു. ചിത്ര മനസ്സിലായോ? ബിക്ക് റിബേറ്റ് കിട്ടാൻ കാരണം 87A 5 ലക്ഷത്തിന് താഴെയാണ് ടോട്ടൽ ഇൻകം. അതിന് AOP ആയിട്ട് ബന്ധമില്ല കേട്ടോ. 5 ലക്ഷത്തിന് മീതെയാണ് ബിയുടെ ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ ബിയും ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇതാണ് രണ്ടാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം. ഇനി ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് മനസ്സിലായല്ലോ അല്ലെ ദിവ്യ? മനസ്സിലായി. ആതിര മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ ഫൈൻ. ഇനി ആതിര എന്നെ മൂന്നാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് സഹായിക്കണേ. ആതിര. ഓക്കെ സർ. ഓക്കെ, മൂന്നാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഇതാണ്. Total income of AOP formed by A, B sharing profit equally is 2,60,000. AOP യുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? $2,60,000. ഇനി എയുടെ ടോട്ടൽ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം AOP അത് എത്രയാ? 1,10,000. ബിയുടെയോ? 2 lakh. രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ താഴെയാണ്. അപ്പൊ ഈ AOP യുടെ 2,60,000 നമ്മൾ MMR ആണോ അപ്ലൈ ചെയ്യുക, സ്ലാബ് സിസ്റ്റം ആണോ അപ്ലൈ ചെയ്യുക? അല്ലല്ല, MMR. MMR എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മീതെയാണെങ്കിലാണ്. ഇവിടെ ആരുടെയെങ്കിലും ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെയാണോ? മീതെയല്ല. അപ്പൊ നമ്മൾ ഇതിൽ MMR അല്ല അപ്ലൈ ചെയ്യുക. നീ ഈ 2,60,000 അല്ല നോക്കണ്ട കേട്ടോ. MMRനേക്കാൾ മീതെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻകം ആണ്. എയുടെയും ബിയുടെയും AOPയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് പുറമെയുള്ള ഇൻകം ആണ് MMRനേക്കാൾ അല്ല ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെയാണോ താഴെയാണോ നോക്കേണ്ടത്. എയുടെ ടോട്ടൽ ഇൻകം 1,10,000 അല്ലേ ഉള്ളൂ. അതെ. ബിയുടെ ടോട്ടൽ ഇൻകം 2 ലക്ഷം അല്ലേ ഉള്ളൂ. AOPയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് പുറമേ ഉള്ളതാണ് കേട്ടോ അത്. 2 ലക്ഷം ഉള്ളൂ. അപ്പൊ രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം എന്തിനേക്കാൾ മീതെ പോയിട്ടില്ല? ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മീതെ പോയിട്ടില്ല. അപ്പൊ പിന്നെ ഈ 2,60,000 നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ലാബ് സിസ്റ്റം ആയിരിക്കും, MMR അല്ല. ഓക്കെ. സോ AOPയുടെ ടോട്ടൽ ഇൻകം ആയ 2,60,000 മുകളിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്ലാബ് സിസ്റ്റം പ്രകാരം നമ്മളോട് AOPയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ 2,60,000 മുകളിൽ നമ്മൾ എങ്ങനെയാ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുക? സ്ലാബ് സിസ്റ്റം പ്രകാരം 2,50,000 വരെ നില്ലാണ്.
ബാക്കി 60,000 5%. ആ എത്രയാ 2,50,000 മീതെ എത്രയാ വന്നേ? 60,000. 60,000 വന്നില്ലേ? 2,50,000 മുകളില് 10,000 അല്ലേ വന്നിട്ടുള്ളൂ? 10,000. 2,50,000 വരെ ഇല്ല. ഞാൻ പെട്ടെന്ന് 2 lakh ആന്ന് വിചാരിച്ചു. അല്ലല്ല 2,50,000 കേട്ടോ. 2,50,000 വരെ ഇല്ല. സോ 10,000 മുകളില് 5%. അത് 500 വരിക. പ്ലസ് 4% എന്തും കൂടെ വരും? സെസ് ആഡ് ചെയ്യണം. സെസ് ആഡ് ചെയ്യും. അങ്ങനെ മൊത്തം ടാക്സ് ലയബിലിറ്റി, AOPയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാ വന്നത്? 520. ഇവിടെ AOP ടാക്സ് അടയ്ക്കുന്നുണ്ട്, നോമിനൽ റേറ്റിലാണ് ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ AOPയിൽ നിന്ന് കിട്ടുന്ന ഈ ഷെയർ ഓരോ മെമ്പേഴ്സും അവരുടെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. അവസാനം റിബേറ്റ് കിട്ടും അവർക്ക് കേട്ടോ. 86 പ്രകാരമുള്ള റിബേറ്റ് കിട്ടേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിന് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി കാണാൻ പോവാണ്. AB രണ്ടുപേർക്കും ഇൻകം ഫ്രം സാലറി ഉണ്ട് 80,000, 1,60,000. അതാണ് കണക്കിൽ പറയുന്നത്. 80,000, 1,60,000 ആണ് രണ്ടുപേർക്കുള്ള ഇൻകം ഫ്രം സാലറി. ദെൻ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP അത് ഇവിടെ എഴുതണം, എന്നിട്ട് റിബേറ്റ് കിട്ടുക ചെയ്യുക. കാരണം MMR അല്ലല്ലോ ഇവിടെ അടച്ചിരിക്കുന്നത്, സ്ലാബ് സിസ്റ്റത്തിൽ തന്നെയാണ് ടാക്സ് അടച്ചിരിക്കുന്നത്. സോ ഇവിടെ എഴുതണം, എന്നിട്ട് അവസാനം എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. സോ 2,60,000 എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ 1,30,000 എയ്ക്കും കിട്ടി, 1,30,000 ബിക്കും കിട്ടി. നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കും, അവസാനം റിബേറ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ് 30,000, 40,000. അങ്ങനെ ടോട്ടൽ ഇൻകം വരുന്നത് എയ്ക്ക് 2,40,000, ബിക്ക് 3,30,000 ആണ് ടോട്ടൽ ഇൻകം വരുന്നത്. എയ്ക്ക് 2,40,000, ബിക്ക് 3,30,000. ഇത് ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ടോട്ടൽ ഇൻകം ഓഫ് ബി ഇൻക്ലൂഡിങ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP. അത് അടക്കമുള്ള ടോട്ടൽ ഇൻകം ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ മുകളിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എയും ബിയും ഈ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആതിര മനസ്സിലായോ ടോട്ടൽ ഇൻകം കണ്ടെത്താൻ? മനസ്സിലായി. ഇവിടെ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എഴുതിയിട്ടുണ്ട് കേട്ടോ, ടോട്ടൽ ഇൻകത്തിൽ എഴുതിയിട്ടുണ്ട്. നേരത്തെ മാതിരി എക്സംപ്റ്റ് എന്നല്ല എഴുതിയിരിക്കുന്നത്. എക്സംപ്റ്റ് നമ്മൾ എപ്പോഴാ എഴുതുക? AOP ഏത് റേറ്റിൽ ടാക്സ് അടയ്ക്കുമ്പോഴാണ് ഇവിടെ എക്സംപ്റ്റ് എന്ന് എഴുതുക നമ്മള്? അതിരെ കേക്കുണ്ടോ? ചിത്ര ഇവിടെ നമ്മൾ എക്സംപ്റ്റ് എപ്പോഴാ എഴുതുക? അതായത് MMR അപ്ലൈ ചെയ്യുമ്പോൾ AOP MMRലാണ് ടാക്സ് അടയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല, ഇവിടെ എക്സംപ്റ്റ് എന്നാണ് എഴുതുക. പക്ഷെ ഇവിടെ MMR അല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതും. എഴുതിയിട്ട് അവർക്കൊരു റിബേറ്റ് കിട്ടും കേട്ടോ. അവസാനം പേടിക്കണ്ട, റിബേറ്റ് കിട്ടും. അപ്പൊ ചിത്ര എന്നെ സഹായിക്കോ ബാക്കിയുള്ളത് ചെയ്യാൻ? സർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. സർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. അതായത് നമ്മള് ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തില് 2,60,000 ആയിരുന്നല്ലേ AOPയുടെ ടോട്ടൽ ഇൻകം. അപ്പോ നമ്മള് MMR അപ്ലൈ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് AOPയുടെ ടോട്ടൽ ഇൻകം 2,50,000 മുകളിൽ പോകുമ്പോഴാണോ, അത് മെമ്പേഴ്സിന്റെ ഏതെങ്കിലും ഒരാളുടെ ഇൻകം ടോട്ടൽ ഇൻകം 2,50,000 മുകളിൽ പോകുമ്പോഴാണോ? മെമ്പേഴ്സിന്റെ അല്ലേ? അപ്പൊ മെമ്പേഴ്സിന്റെ ഇൻകം ടോട്ടൽ ഇൻകം 2,50,000 മുകളിൽ പോയി, പക്ഷെ AOPയുടെ പോവാതിരിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവോ? ഉണ്ടാവാം. അപ്പോഴും നമ്മൾ MMR അപ്ലൈ ചെയ്യും. അപ്പൊ അതിലെന്താ ചെയ്യാ? അപ്പോഴും അതെല്ലേ, ആ 2,50,000 കുറവുള്ള എമൗണ്ടിന് മുകളിലോ? MMR അപ്ലൈ ചെയ്യും. അതെല്ലേ, ഓക്കെ. MMRന് 2.5 ലക്ഷം എക്സംപ്ഷൻ കൊടുക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. MMRന്
അതെ അല്ലേ? ആ ഓക്കെ. ഇപ്പൊ നീ പറഞ്ഞ എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പൊ AOPയുടെ ടോട്ടൽ ഇൻകം 10,000 രൂപയാണെന്ന് വിചാരിക്കുക. AOPയുടെ ടോട്ടൽ ഇൻകം എത്രയേ ഉള്ളൂ? 10,000. അത് എയും ബിയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള AOP ആണ്. അതിൽ ബിയുടെ പേഴ്സണൽ ഇൻകം അത് ഒരു 6 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ബിയുടെ പേഴ്സണൽ ഇൻകം എന്തിനേക്കാൾ മീതെ പോയി? ബേസിക് എക്സ്റ്റൻഷൻ ലിമിറ്റിന് മുകളിൽ പോയി. അപ്പൊ AOPക്ക് നമ്മൾ ഏതാ അപ്ലൈ ചെയ്യാ? MMR. അപ്പൊ 10,000ന്റെ മുകളിൽ 42.744% ടാക്സ് അടയ്ക്കണം. ഓക്കെ ഓക്കെ. മനസ്സിലാണല്ലോ? MMR എപ്പോഴും അടയ്ക്കേണ്ടി വരും. 10 രൂപയാണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിലും അടയ്ക്കേണ്ടി വരും. MMR അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു മെമ്പറിന്റെ ടോട്ടൽ ഇൻകം അതർ ദാൻ AOP's ഇൻകം അത് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോയാൽ MMR ആണ് അപ്ലൈ ചെയ്യുക AOPക്ക്. അപ്പൊ AOP ടാക്സ് അടയ്ക്കേണ്ടി വരും. 10 രൂപയാണ് അവരുടെ ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ പോലും അതിന്റെ മുകളിൽ MMR അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആയില്ലേ? ഓക്കെ ഫൈൻ. സോ ഇവിടെ നമ്മൾ MMR അല്ല അടയ്ക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ MMR അല്ല അടയ്ക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ്. കാരണം ഒരാളുടെയും ടോട്ടൽ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം AOP അത് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെയാണ് രണ്ടുപേരുടെയും. കണ്ടോ? എയുടെ 1,10,000 ഉള്ളൂ, ബിയുടെ 2 ലക്ഷം ഉള്ളൂ. AOPയിൽ നിന്നുള്ള ഇൻകം കൂടാതെയുള്ള ടോട്ടൽ ഇൻകം പറയണം കേട്ടോ. അത് രണ്ടും ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെ ആയതുകൊണ്ട് നമ്മളിവിടെ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്തത്. സ്ലാബ് സിസ്റ്റം പ്രകാരം ഇവർക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി 520 ആണ്. ഓക്കെ, നോമിനൽ റേറ്റിൽ ടാക്സ് അടച്ചിട്ടുണ്ടേ ചിത്ര. അപ്പൊ 2,60,000 ഇവർ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,30,000 എയുടെയും ടോട്ടൽ ഇൻകത്തിൽ കാണിക്കുന്നുണ്ട്, 1,30,000 ബിയുടെയും ടോട്ടൽ ഇൻകത്തിൽ കാണിക്കുന്നുണ്ട് നമ്മള്. അങ്ങനെ എയുടെ ടോട്ടൽ ഇൻകം 2,40,000, ബിയുടെ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് AOP's ഇൻകം, AOPയുടെ ഇൻകം കൂടെ അടക്കമുള്ള ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടി 3,30,000 ബിക്കും 2,40,000 എയ്ക്കും. ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞാൻ പറയണത് ഒന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് പറഞ്ഞു തരുന്ന ചിത്ര, എയുടെ ടോട്ടൽ ഇൻകം 2,40,000 ആണ്. എയും ബിയും ഇൻഡിവിജ്വൽ ആണ്. ഒന്നുകൂടെ ഞാൻ പറയണേ, ഇൻഡിവിജ്വൽ ആണ്. എയുടെ ടോട്ടൽ ഇൻകം 2,40,000. എയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? കാരണം 2,50,000 താഴെ പോയില്ലേ? എയും ബിയും ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് രണ്ടുപേർക്കും എപ്പോഴും നമ്മൾ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. എയും ബിയും ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് രണ്ട് ഇൻഡിവിജ്വൽസിന് എപ്പോഴും നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുക. സോ 2,40,000 മുകളിൽ എ ടാക്സ് അടയ്ക്കണ്ട. എന്നാൽ ബി 3,30,000 മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ? എത്രയാ ടാക്സ് വരിക ഒന്ന് പറഞ്ഞുതരൂ എനിക്ക്. 80,000 മുകളില്. 80,000 മുകളില് 5%. വെരി ഗുഡ്, മിടുക്കി. 80,000 മുകളിൽ 5% ടാക്സ് അടയ്ക്കേണ്ടി വരും ബി. പക്ഷെ ബിക്ക് 2 റിബേറ്റുകൾക്ക് അർഹനാണ് ബി. ഏതൊക്കെയാണ് ആ റിബേറ്റ്? 86 പിന്നെ 87. കാരണം ഇവിടെ ബിയുടെ ടോട്ടൽ ഇൻകം AOP ടാക്സ് അടച്ചിട്ടുണ്ട്, നോർമൽ റേറ്റിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. സോ ബിക്ക് 2 റിബേറ്റ് കിട്ടും. ഒന്ന് 86 പ്രകാരമുള്ള റിബേറ്റും കിട്ടും, പിന്നെ 87A കിട്ടാൻ കാരണം 5 lakhsന് മുകളിൽ പോയിട്ടില്ല ടോട്ടൽ ഇൻകം. ബി പേടിക്കണ്ട കേട്ടോ. ബിക്ക് 2 റിബേറ്റുകളാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ആ റിബേറ്റ് കിട്ടുക എന്നുള്ളത്. എയുടെയും ബിയുടെയും ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണേ. എയുടെ ടോട്ടൽ ഇൻകം 2,40,000 എയുടെ, ബിയുടെ 3,30,000. എക്ക് പേടിക്കാനൊന്നും ഇല്ല, ആദ്യം തന്നെ ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് വരും. എന്നാൽ ബിക്ക് 4,000 രൂപ ടാക്സ് ലയബിലിറ്റി വരും. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാല് 80,000 മുകളില് 5%, 80,000 മുകളിൽ 5%, ദാറ്റ് ഈസ് 4,000 rupees ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. പക്ഷെ ബിയും പേടിക്കണ്ട, ബിക്ക് 2 റിബേറ്റുകൾ ഇവിടെ കിട്ടും. ഒന്ന് 86 പ്രകാരമുള്ള റിബേറ്റ് അണ്ടർ സെക്ഷൻ 86. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് 86 പ്രകാരമുള്ള റിബേറ്റ് കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. 86 പ്രകാരമുള്ള റിബേറ്റ് എന്ന് പറയുന്നത് ബിക്ക്
AOP യിൽ നിന്നും എത്ര രൂപയാണോ ഷെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതേ ഇൻറ്റു ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഇൻറ്റു 1,30,000 ആണ് ഷെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതേ ഇൻറ്റു ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. അപ്പൊ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടെത്തണം. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഈക്വൽ ടു ടാക്സ് ലയബിലിറ്റി divided by total income into 100. ടാക്സ് ലയബിലിറ്റി 4000 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം 3,30,000 ആണ്, into 100. So average rate of tax will be 1.21%. Okay. So നമുക്ക് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 കിട്ടി. റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 1,30,000 into 1.21%, that is 1,573. So that is the rebate under section 86. ചിത്ര മനസ്സിലായോ എങ്ങനെയാണ് 86 പ്രകാരം റിബേറ്റ് കണ്ടെത്തേണ്ടത്? Yes sir, മനസ്സിലായി. മനസ്സിലായി. സൂര്യന് മനസ്സിലായോ? ആ സാർ മനസ്സിലായി. ദിവ്യ, മനസ്സിലായി. ആതിര, സർ മനസ്സിലായി. മനസ്സിലായി. ശ്രീലക്ഷ്മിക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ചിത്ര, സോറി ചിത്രക്ക് മനസ്സിലായി സർ. ചിത്രയോട് ഞാൻ ചോദിച്ചു. ഓക്കെ. ശില്പ സാർ എനിക്ക് മനസ്സിലായി. മനസ്സിലായി. സോ 1.21 ആണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ടാക്സ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. സോ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് അതിനെ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ആയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 കിട്ടും. സോ 1,05,073 ആണ് റിബേറ്റ്. അത് ഈ 4,000 നിന്ന് കുറച്ച് കിട്ടും. അപ്പൊ ബാക്കി എത്രയാ ടാക്സ് ലയബിലിറ്റി വരുന്നത്? 2,427 രൂപ ടാക്സ് ലയബിലിറ്റി. ബിയുടെ ടാക്സ് ലയബിലിറ്റി 2,427. ശില്പ, സാർ ബിയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ബിയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 2,427. 2,427. ഇനി ബിക്ക് ഒരു റിബേറ്റും കൂടെ കിട്ടും. അതേതാ റിബേറ്റ്? 87A. അത് കിട്ടാൻ കാരണം 5 ലക്ഷത്തിന് താഴെയാണല്ലോ. ബിയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിന് താഴെയാണ്. അതിന് AOP ആയിട്ട് ഒരു ബന്ധമില്ല. ബിയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിന് താഴെ ആയതുകൊണ്ട് 87A പ്രകാരം റിബേറ്റ് കിട്ടും. 87A പ്രകാരം മാക്സിമം റിബേറ്റ് എത്രയാണ്? 12,500. ശില്പ, സാർ 87A പ്രകാരമുള്ള മാക്സിമം റിബേറ്റ് എത്രയാണ്? 12,500. അത് വരെ കിട്ടും. അത്രയും. അപ്പൊ ഇവിടെ ടാക്സ് ലയബിലിറ്റി പക്ഷെ 12,500 വരുന്നില്ല. എത്രയും ടാക്സ് ലയബിലിറ്റി വരുന്നുള്ളൂ? 2,427. അപ്പൊ അത് മുഴുവനും എന്തായിട്ട് കിട്ടും? റിബേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ബിയുടെ ടാക്സ് ലയബിലിറ്റി എത്രയായി? ശില്പ, നില്ല്. ബിക്കും നില്ല്, എയ്ക്കും നില്ല്. ഓക്കെ ഫൈൻ. സോ ഇങ്ങനെ എയുടെയും ബിയുടെയും ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടെത്തി. മനസ്സിലായോ? ആതിര മനസ്സിലായോ? മനസ്സിലായി സർ. ഇവിടെ ബിക്ക് 2 റിബേറ്റുകൾ കിട്ടുന്നുണ്ട്. 86 ആദ്യം കണ്ടെത്തണം, 87A രണ്ടാമത് കണ്ടെത്തണം. ഓക്കെ. സോ ഈ രീതിയിലാണ് എയുടെയും ബിയുടെയും ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ദിവ്യ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ശ്രീലക്ഷ്മിയോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. സോ ഞാനൊരു ഹോംവർക്ക് തരാണ്. ദിസ് ഇസ് ദ ഹോംവർക്ക്. ഞാനിത് ഗ്രൂപ്പിൽ ഇടാം. 3 ഹോംവർക്കുകളാണ്.
സമയം എടുത്ത് ചെയ്യുക. ഗ്രൂപ്പിൽ കയറാത്തവര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത് ശ്രദ്ധിച്ച് ഇനി കയറിയവരെന്നെ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും 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 ഈ പ്രോബ്ലം ഈ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് സംശയങ്ങൾ തീർത്തിട്ട് ഈ ഹോംവർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഞാനിത് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സർ. താങ്ക് യു ശില്പ, താങ്ക് യു. ചെരുപ്പ് കിട്ടി മാമ, ചെരുപ്പ് കിട്ടി. അത് എന്താണ്, നമ്മുടെ വലിച്ചന്റെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് മേടിച്ചു അത്. ഇതാണ് ഹോംവർക്ക്. ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.